എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 165 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 40 സെന്റിമീറ്റേഴ്സ് ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 1 സെന്റിമീറ്റർ ടു മേക്ക് എ ലാർജർ സ്ക്വയർ. ബൈ ഹൗ മച്ച് ഈസ് ദി പെരിമീറ്റർ ഇൻക്രീസ്ഡ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സമചതുരം, അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് അല്ലെ. അപ്പോൾ ഒരു സമചതുരം നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമചതുരത്തിന്റെ, അതായത് സ്ക്വയർ അല്ലെ, ഈ സ്ക്വയറിന്റെ ഈ 4 വശവും എന്ത് ചെയ്തു? 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടി. മനസ്സിലായല്ലോ? ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്തു? ഈ സ്ക്വയറിന്റെ 4 വശങ്ങളുണ്ട് അല്ലെ, 4 വശങ്ങൾ എന്ത് ചെയ്തു? ഓരോ സെന്റിമീറ്റർ വെച്ച് കയറ്റി കൂട്ടി. അപ്പൊ വേറെ ഒരു സ്ക്വയർ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സമചതുരം വേറെ ഒരെണ്ണം ഉണ്ടാക്കിയല്ലോ, ആ സമചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ എത്ര കൂടും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, നോക്കിയേ, പെരിമീറ്റർ അല്ലെ, ഇതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ പോണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ചുറ്റളവ് അല്ലെ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 സൈഡും കൂടി കൂട്ടണം അല്ലെ. എന്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാലും അതിന്റെ വക്കുകളെല്ലാം കൂടി കൂട്ടാം. ഇതാണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ സ്ക്വയറിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിന് 4 വശങ്ങളാണ്. 4 വശങ്ങളും ഈ 4 വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4 വശങ്ങളുടെ നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 സെന്റിമീറ്റർ കിട്ടും അല്ലെ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? 4 വശങ്ങളും തുല്യമാണ് അല്ലെ, തുല്യ നീളാണ്. അപ്പം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 40 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 40നെ 4 കൊണ്ട് ഹരിക്കണം അല്ലെ. 40ൽ എത്ര 4 ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് നോക്കിയാൽ വൺ സൈഡ്, ഒരു വശം. അപ്പൊ മലയാളം മീഡിയക്കാർ ഞാൻ മലയാളത്തിൽ പറയേണ്ടത് അതേപോലെ എഴുതണം കേട്ടോ. അപ്പൊ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വശം അല്ലെ. ഒരു വശത്തിന് നീളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 40നെ ചുറ്റളവിന് എന്ത് ചെയ്തു? അതിനെ 4 സൈഡ് ഉണ്ട് അല്ലെ, അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 40നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 അല്ലെ. 10 × 4 ആണ് 40. അപ്പൊ ഒരു വശത്തിന് നീളം നമുക്ക് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ കിട്ടി അല്ലെ. അപ്പൊ നമ്മുടെ ഈ സ്ക്വയറിന്റെ ഓരോ വശങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ നീളം ഉണ്ടായിരിക്കും? 10 സെന്റിമീറ്റർ അല്ലെ. ഇതും 10, ഇതും 10, ഇതും 10 അല്ലെ. സ്ക്വയർ ആണ് അല്ലെ, സമചതുരാണ്. അതുകൊണ്ട് എല്ലാ വശങ്ങൾക്കും 10 സെന്റിമീറ്റർ വെച്ച് നീളം. ഇനി എന്താണ് ചെയ്തത്? ഇതിനെ ഓരോ വശവും എത്ര കൂട്ടി? 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അപ്പൊ ഇപ്പൊ 10 സെന്റിമീറ്റർ ഉള്ളൂ അല്ലെ. ഇത് ഓരോ സെന്റിമീറ്റർ വെച്ച് കൂട്ടി. അപ്പൊ എന്തായി? 10 എന്നുള്ളത് എന്തായി? ഇവിടെ 10 എന്നുള്ളത് 1 കൂടിയപ്പോ 11 സെന്റിമീറ്റർ അല്ലെ. 11 സെന്റിമീറ്റർ ആയി. ഇവിടെ എത്രയായി? ഇത് 1 കൂട്ടിയില്ലേ, അപ്പൊ 11 സെന്റിമീറ്റർ ആയി. ഇവിടെയും 11 ആയി അല്ലെ, ഇവിടെയും 11 ആയി അല്ലെ. അപ്പൊ എല്ലാ 4 സൈഡും ഒരേ സെന്റിമീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അതായത് നമുക്ക് പുതിയ സ്ക്വയർ കിട്ടി അല്ലെ. ന്യൂ സൈഡ് എന്ന് വെച്ചാൽ പുതിയ വശത്തിന്റെ നീളം അല്ലെ. പുതിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും? നമുക്ക് 10ന്റെ കൂടെ ആദ്യം 10 ആയിരുന്നു, അതിന്റെ കൂടെ നമ്മൾ 1 കൂട്ടി അല്ലെ. അപ്പൊ നമുക്ക് 11 സെന്റിമീറ്ററിന് കിട്ടി. ഏത്? ഇതിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ എല്ലാ വശത്തിന്റെ നീളം എത്രയായിരിക്കും? 11 സെന്റിമീറ്റർ വെച്ചായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയായിരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് പെരിമീറ്റർ എത്രയായിരിക്കും? ഒരു വശത്തിന്റെ നീളം 11 അല്ലെ. 11ന് എന്ത് ചെയ്യണം? എത്ര വശമുണ്ട്? 4 വശങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ 11 + 11 + 11 + 11 എന്ന് എഴുതണം. അപ്പൊ അങ്ങനെ കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 11നെ നമ്മൾ 4 പ്രാവശ്യം ഇല്ല, അപ്പൊ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ നമ്മൾ 11 × 4 അല്ലെ, അല്ലെങ്കിൽ 11 + 11 അങ്ങനെ 4 പ്രാവശ്യം കൂട്ടാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 44 എന്ന് കിട്ടി. കണ്ട. അപ്പോ ഈ പുതിയ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്ക് എത്ര കിട്ടി? 44 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? എത്ര സെന്റിമീറ്റർ പെരിമീറ്റർ വർദ്ധിച്ചാൽ എത്ര സെന്റിമീറ്റർ ചുറ്റളവ് വർദ്ധിച്ചു എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ആദ്യത്തെ പെരിമീറ്റർ എത്രയാണ്? ആദ്യത്തെ പെരിമീറ്റർ 40 ഉണ്ടായുള്ളൂ. ഇപ്പോഴത്തെ പെരിമീറ്റർ 44 ആയി അല്ലെ. അപ്പൊ എത്ര കൂടി? 4 സെന്റിമീറ്റർ കൂടി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഇൻക്രീസ് ഇൻ പെരിമീറ്റർ. ഇൻക്രീസ് ഇൻ പെരിമീറ്റർ. മലയാളം മീഡിയക്കാരൻ എങ്ങനെ എഴുതണം? കൂടിയ ചുറ്റളവ് എന്ന് എഴുതാം. കൂടിയ ചുറ്റളവ് എത്രയായിരിക്കും? ഇപ്പോ 44 ആയി അല്ലെ. ആദ്യം എത്ര ഉണ്ടായിരുന്നുള്ളൂ? 40 ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 44ന് 40 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി 4 സെന്റിമീറ്റർ ആണ് കൂടിയത്. അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ.
If the sides of a square of perimeter 60 centimeters are extended like this, what would be the perimeter of the large square? വേറൊരു സ്ക്വയർ അതിന്റെ പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് പെരിമീറ്റർ എത്രയായിരുന്നു? 40 ആയിരുന്നു. ഇനി 60 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ആ സ്ക്വയറിന്റെ വശങ്ങൾ എന്ത് ചെയ്തു? ഇതേപോലെ 1 സെന്റിമീറ്റർ വെച്ച് നീട്ടി അല്ലെ. എല്ലാ വശങ്ങളും 1 സെന്റിമീറ്റർ വെച്ച് അങ്ങോട്ട് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ആ വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര കൂടും എന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 40 ആയിരുന്നു, അത് ഓരോ സെന്റിമീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അപ്പൊ എത്ര കൂടുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിന് ഉത്തരം എഴുതി അല്ലെ. ഇനി എന്താണ് പറയുന്നത്? 40 അല്ല 60 സെന്റിമീറ്റർ ആണ് അതിന്റെ പെരിമീറ്റർ. അതിന്റെ ഓരോ സൈഡുകളും എന്ത് ചെയ്തു? ഒരേ സെന്റിമീറ്റർ വെച്ച് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് എത്ര കൂടും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതേപോലത്തെ സ്ക്വയർ തന്നെ അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പെരിമീറ്റർ, നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ചുറ്റളവ്. അപ്പൊ മലയാളം എടുക്കുക അതേപോലെ എഴുതാം മലയാളത്തിൽ കേട്ടാ. പെരിമീറ്റർ ചുറ്റളവ്. ചുറ്റളവ് എത്രയാണ്? 40 അല്ല, നമ്മുടെ പുതിയ ചോദ്യത്തിൽ 60 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് അല്ലെ. 60 സെന്റിമീറ്റർ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ്, വൺ സൈഡ്, ഒരു വശം, ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? വൺ സൈഡ്, ഒരു വശം, ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? 60നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 വശങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ. ഇവിടെ നമ്മൾ ചെയ്തില്ല അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 60നെ 4 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇവിടെ നോക്കിയേ 60 അല്ലെ. 60നെ എന്ത് കൊണ്ട് ഹരിക്കണം? നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 അല്ലെ. എത്ര 4 ഉണ്ട്? ഒരു 4 ഉള്ളൂ അല്ലെ. ഒരു 4, 1 × 4 4 അല്ലെ. ഇനി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 6 × 4 പറഞ്ഞാൽ 2. ഇവിടെ 0 നമ്മൾ ഇറക്കിട്ടു. ഇനി 20ൽ എത്ര 4 ഉണ്ട്? ടേബിൾ പഠിക്കാത്തവർ നല്ല വണ്ണം പഠിക്കാം കേട്ടാ. കാണാട് നല്ല വണ്ണം പഠിക്കണം, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ 20ൽ എത്ര 4 ഉണ്ട്? 5 × 4 20 അല്ലെ. അപ്പൊ 5 × 4 20 അല്ലേ. അപ്പൊ 0. അപ്പൊ എത്ര പ്രാവശ്യം? 15 പ്രാവശ്യം അല്ലെ. അപ്പൊ 60/4 എന്ന് പറഞ്ഞാൽ 15 അല്ലെ. അപ്പൊ ഒരു സൈഡിന്റെ നീളം, ഒരു വശത്തിന്റെ നീളം നമുക്ക് എത്ര കിട്ടി? 15 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഈ വശത്തിന്റെ നീളത്തിൽ നിന്ന് 1 കൂട്ടി അല്ലെ. ഈ 4 വശം 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടി. അപ്പൊ 15 എന്നുള്ള എത്രയായി മാറി? 16 ആയി മാറി അല്ലെ. ഇവിടെ നമ്മൾ 10 11 ആയില്ലേ. അതുപോലെ 15 എത്രയായി? 16 ആയി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ന്യൂ സൈഡ്, അതായത് പുതിയ വശത്തിന്റെ നീളം അല്ലെ. പുതിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും? 15ന്റെ കൂടെ 1 സെന്റിമീറ്റർ കൂട്ടണം അല്ലെ. 1 സെന്റിമീറ്റർ കൂട്ടിയാൽ എത്ര കിട്ടും? 16 സെന്റിമീറ്റർ. അപ്പൊ 16 സെന്റിമീറ്റർ ആണ് നമ്മുടെ പുതിയ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് എഴുതാം ന്യൂ പെരിമീറ്റർ, അതായത് പുതിയ ചുറ്റളവ് അല്ലെ. അപ്പൊ പുതിയ ചുറ്റളവ് എത്രയായിരിക്കും? ഇപ്പൊ 16 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. 16 ആണ് ഒരു വശത്തിന്റെ നീളം. അങ്ങനെ എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിവിടെ എഴുതിയില്ലേ 11നെ 4 കൊണ്ട് ഗുണിച്ചു. അതുപോലെ 16നെ 4 കൊണ്ട് നമുക്ക് ഗുണിക്കാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നോക്കിയേ 16 × 4 6 × 4 24 അല്ലെ. 2 1 × 4 4 2 6 64 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ചുറ്റളവ് അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് കണ്ടു? ഇവിടെ നോക്കിയാൽ ഇവിടെ ന്യൂ പെരിമീറ്റർ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ പുതിയ പെരിമീറ്റർ കിട്ടി അല്ലെ. എങ്ങനെ കിട്ടി? 11നെ 4 കൊണ്ട് ഗുണിച്ചു. അതുപോലെ ഇവിടെ നമുക്ക് 16നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 64 കിട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര കൂടിയിട്ടുണ്ടായിരിക്കും? പെരിമീറ്റർ ആദ്യത്തെ പെരിമീറ്റർ എത്രയാണ്? 60 ഉണ്ടായുള്ളൂ. ഇപ്പൊ പെരിമീറ്റർ എത്രയായി? 64 അല്ലെ. അപ്പൊ ആദ്യം 60 ഉണ്ടായുള്ളൂ, ഇപ്പൊ എത്രയായി? 64 അപ്പൊ എത്ര കൂടി? 64 ന്ന് 60 കുറയ്ക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തല്ലോ. അപ്പൊ ഇതേപോലെ നമുക്ക് എഴുതാം ഇൻക്രീസ് ഇൻ പെരിമീറ്റർ. ഇൻക്രീസ് ഇൻ പെരിമീറ്റർ. കൂടിയ ചുറ്റളവ് അങ്ങനെ എഴുതാം. കൂടിയ ചുറ്റളവ് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? 64ൽ നിന്ന് എത്ര കുറയ്ക്കണം? 60 കുറയ്ക്കണം അല്ലെ. നമ്മൾ 44ൽ നിന്ന് 40 കുറച്ചില്ലേ. അതുപോലെ 64ൽ നിന്ന് 60 കുറച്ച് എത്ര കിട്ടും? 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇവിടെയും നമുക്ക് എത്രയാണ്? പെരിമീറ്റർ ചുറ്റളവ് എത്ര കൂടി? 4 സെന്റിമീറ്റർ കൂടി അല്ലെ. അപ്പൊ നേരത്തെ ചോദ്യത്തിൽ എത്രയാണ്? പെരിമീറ്റർ 4 കൂടി അല്ലെ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഈസ് ദി ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ് ഓഫ് എനി സ്ക്വയർ and the larger square made by extending each side by 1 centimeter the same number for all squares? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമ്മുടെ ഒരു ചതുരം, അതിന്റെ ചുറ്റളവ്, അതിന്റെ പെരിമീറ്റർ നോക്കാം. പിന്നെ എന്ത് ചെയ്യുക? ഓരോ സൈഡും 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടിയിട്ട് അപ്പൊ നമുക്ക് വേറെ സമചതുരം കിട്ടി അല്ലെ. അതിന്റെ ചുറ്റളവ് നമ്മൾ നോക്കുന്നു. ഈ 2 ചുറ്റളവും തമ്മിൽ
എപ്പോഴും വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണോ എന്നാണ് ചോദ്യം. അല്ലെ, ഇവിടെ നോക്കിയേ, നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ വ്യത്യാസം എത്ര കിട്ടി? 4 സെന്റിമീറ്ററിന് കിട്ടിയല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസം 4 സെന്റിമീറ്റർ. നമ്മൾ 60 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നോക്കിയപ്പോൾ അത് നമ്മൾ ഓരോ സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ അപ്പോഴും നമുക്ക് എത്ര കിട്ടി വ്യത്യാസം? 4 സെന്റിമീറ്റർ കിട്ടി അല്ലേ? അപ്പോൾ എല്ലായ്പ്പോഴും ഇതുപോലെ ഒരു സ്ക്വയറിനെ നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ച് ഓരോ വശങ്ങൾ കൂട്ടുക അല്ലേ? അപ്പോൾ ഇത് കൂട്ടി ഇത് കൂട്ടി ഇത് കൂട്ടി ഇത് കൂട്ടി അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആ പെരിമീറ്ററും നമ്മൾ ആദ്യത്തെ പെരിമീറ്ററും തമ്മിൽ എത്രയായിരിക്കും, ഒരേ സംഖ്യ തന്നെയാണോ വ്യത്യാസം ഉണ്ടാവുക എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഉത്തരം എഴുതാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയറിന്റെ വശങ്ങൾ ഒരേ സെന്റിമീറ്റർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഒന്ന് കൂടും അല്ലേ? ഇവിടെ ഒന്ന് കൂടും, ഇവിടെ ഒന്ന് കൂടും, ഇവിടെ ഒന്ന് കൂടും, ഇവിടെ ഒന്ന് കൂടും. അപ്പോൾ മൊത്തത്തിൽ കൂടും 4 കൂടും അല്ലേ? അപ്പോൾ ഏത് സ്ക്വയർ ആയി കഴിഞ്ഞാലും നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ച് കൂടുമ്പോൾ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 4 തന്നെയായിരിക്കും കൂടുക അല്ലേ? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും കൂടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം യെസ് അല്ലേ? അതെ, ഒരേ സംഖ്യ തന്നെയായിരിക്കുമോ കിട്ടുക? അപ്പോൾ അത് തന്നെയായിരിക്കും കിട്ടുക. യെസ്, അതെ. എന്നിട്ടൊക്കെ എഴുതാം ഇഫ് വി extend each side by 1 centimeter. അപ്പോൾ മലയാളം പഠിക്കാൻ എങ്ങനെ എഴുതണം? എല്ലാ വശങ്ങളും 1 സെന്റിമീറ്റർ വെച്ച് വർദ്ധിപ്പിച്ചാൽ, മനസ്സിലായില്ലേ? എല്ലാ സൈഡുകളും ഓരോ സെന്റിമീറ്റർ വെച്ച് വർദ്ധിപ്പിച്ചാൽ ടോട്ടൽ ഇൻക്രീസ് ആകെ കൂടിയത് എത്ര കൂടും? ഓരോ വശം 1 സെന്റിമീറ്റർ വെച്ച് വർദ്ധിപ്പിച്ചാൽ എത്ര കൂടും? 4 അല്ലേ? 1 + 1 + 1 + 1 അല്ലേ? 4 ഭാഗത്തും ഓരോന്ന് കൂടും. അപ്പൊ എത്ര കിട്ടും? 4 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 4 സെന്റിമീറ്റർ ആണ് കൂടുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻസ് അല്ലെ? ഡിഫറൻസ് ചോദ്യത്തിലുള്ള പോലെ തന്നെ എഴുതാം. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഈസ് ഓൾവേസ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ. അപ്പോൾ ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഈസ് ഓൾവേസ് 4 സെന്റിമീറ്റർ. അതായത് മലയാളം മീഡിയത്തിൽ എഴുതണം, രണ്ടിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 4 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടിന്റെയും ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ എഴുതാം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ 11 ആയപ്പോൾ അല്ലെ, 11ന്റെ കൂടെ 1 കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എല്ലാ വശങ്ങളും ഓരോന്ന് കൂടും അല്ലെ? അപ്പൊ നമുക്ക് മൊത്തം 4 കൂടും. ഇനി ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ 5ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ ഇവിടെ 1 കൂടും, ഇവിടെ 1 കൂടും, ഇവിടെ 1 കൂടും, ഇവിടെ 1 കൂടും. അപ്പോഴും നമുക്ക് 4 സെന്റിമീറ്റർ കൂടും അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്കത് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഈ 11 അല്ലെ, 11 10 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 11 10 20 എത്ര സെന്റിമീറ്റർ ആയിക്കോട്ടെ, നമുക്ക് ഈ വശത്തിന്റെ നീളം S ആണെന്ന് വിചാരിക്കാം. മനസ്സിലായ? S സെന്റിമീറ്റർ ആണ് ഈ വശത്തിന്റെ നീളം. അപ്പൊ S എന്ന് പറഞ്ഞത് 1 2 3 4 5 എത്ര ആയിക്കോട്ടെ അത്രയും സെന്റിമീറ്റർ ആണ് ഈ വശത്തിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിന്റെ പെരിമീറ്റർ, ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? അതിന്റെ ചുറ്റളവ് പെരിമീറ്റർ എത്രയായിരിക്കും? നമുക്കറിയാം, പെരിമീറ്റർ കിട്ടണമെങ്കിൽ അത് ഒരു വശത്തിന്റെ നീളത്തിന് 4 കൊണ്ട് ഗുണിക്കണം അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തു അല്ലെ? അപ്പൊ ഒരു വശത്തിന്റെ നീളം ഇവിടെ S ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? S-നെ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? S-നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 5 സെന്റിമീറ്റർ ആണെങ്കിൽ 5 × 4, 3 സെന്റിമീറ്റർ ആണെങ്കിൽ 3 × 4 അല്ലെ? അങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എന്ത് എഴുതാം? 4 × S അല്ലെ? S × 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 4S, 4S അല്ലെ? 4 × S 4S. അപ്പൊ സൈഡ് ഒരു വശത്തിന്റെ നീളം S ആണെങ്കിൽ, കണ്ടോ, S സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ 4S നമുക്ക് കിട്ടി അല്ലെ? ഇനി നമുക്ക് നോക്കിയാൽ ഈ വശത്തിന്റെ നീളം ന്യൂ സൈഡ്, പുതിയ വശം എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ കൂട്ടുകയല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ എത്ര കൂട്ടും? നമ്മൾ S-ന്റെ കൂടെ 1 കൂട്ടും അല്ലെ? അപ്പൊ S എത്രയാണോ അതിന്റെ കൂടെ നമ്മൾ 1 കൂട്ടണം. അപ്പൊ ഇവിടെ എത്രയായി? S + 1 എന്നായി അല്ലെ? അപ്പൊ നമുക്ക് പുതിയ സൈഡ് എത്ര കിട്ടി? S + 1. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് 10 ആണെങ്കിൽ 10ന്റെ കൂടെ 1 കൂട്ടും, 5 ആണെങ്കിൽ 5ന്റെ കൂടെ 1 കൂട്ടും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വശത്തിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ ഇതിന്റെ ചുറ്റളവ് ന്യൂ പെരിമീറ്റർ പുതിയ ചുറ്റളവ് എത്രയായിരിക്കും? നാം എന്ത് ചെയ്യണം? ഈ വശത്തിന്റെ നീളത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ വശത്തിന്റെ നീളത്തെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? S + 1-നെ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം അല്ലെ?
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഇതിനെ മൊത്തം നമ്മൾ 4 കൊണ്ട് ഗുണിക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടത് അല്ലേ. ഇവിടെ ഒരു സംഖ്യ മാത്രമാണ് നമ്മൾ ബ്രാക്കറ്റ്. ഇപ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റ് ഇടൂല. പക്ഷേ ഇവിടെ S+1 എസിന്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിനെയാണ് നമ്മൾ 4 കൊണ്ട് ഗുണിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടത്. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നാൽ S+1 × 4 അല്ലേ. അതായത് ഇവർ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ ഗുണിക്കണം 4 കൊണ്ട്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോന്നിനെയും 4 കൊണ്ട് ഗുണിക്കുക അല്ലേ. എസിനെ 4 കൊണ്ട് ഗുണിക്കുക, പിന്നെ ഒന്നിനെയും 4 കൊണ്ട് ഗുണിക്കുക, അവ തമ്മിൽ കൂട്ടിയാലും മതി അല്ലേ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അതായത് നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാ, ഇതുകൊണ്ട് ആദ്യം ഇതിനെ ഗുണിക്കണം, പിന്നെ ഇതുകൊണ്ട് ആദ്യം ഇതിനെ ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഗുണിക്കുക, എന്നിട്ട് അത് കൂട്ടിയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ആദ്യം എസിനെ ഗുണിച്ചാൽ എത്ര കിട്ടും, 4 × S 4S എന്ന് കിട്ടി അല്ലേ, 4S എന്ന് കിട്ടി. ഇനി ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് ഇട്ടു. ഇനി 1 കൊണ്ട് 4നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ എത്ര കിട്ടും, 1 × 4 4. ഇപ്പൊ നോക്കിയേ, ആദ്യത്തെ പെരിമീറ്റർ എത്രയായിരുന്നു, 4S ആയിരുന്നു. ഇപ്പോഴത്തെ പെരിമീറ്റർ എത്ര കിട്ടി, 4S + 4. കണ്ട, അപ്പൊ ഇതും വീട്ടിൽ എത്ര കൂടി, 4 കൂടി അല്ലേ. കേട്ടാ, അതുകൊണ്ടാണ് എപ്പോഴും വ്യത്യാസം എത്ര വരുന്നത്, 4 വരുന്നത്. അപ്പൊ എസിന് പകരം നമ്മൾ എത്ര അളവുകളുള്ള സ്ക്വയർ എടുത്താലും എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് 4 തന്നെയായിരിക്കും കൂടുക അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഡിഫറൻസ് ഇൻ പെരിമീറ്റർ. അതായത് ചുറ്റളവുകളിലുള്ള വ്യത്യാസം. എത്രയായിരിക്കും വ്യത്യാസം വരിക, ഇവിടെ 4S, ഇവിടെ 4S കൂടെ എത്ര കൂടി, 4 കൂടി അല്ലേ. അപ്പൊ എത്രയാണ് വ്യത്യാസം വരിക, 4 അല്ലേ. അപ്പൊ 4 ആയിരിക്കും എപ്പോഴും എന്ത് കിട്ടുക, ഇവർ തമ്മിലുള്ള വ്യത്യാസം വരിക. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇനി അതിൽ എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈസ് ഇറ്റ് ഓൾസോ ട്രൂ ഫോർ റെക്ടാങ്കിൾസ് വിച്ച് ആർ നോട്ട് സ്ക്വയേഴ്സ്. അതായത് നോക്കിയേ, ഈ സമചതുരല്ല, വെറും ചതുരങ്ങൾ അല്ലെ, റെക്ടാങ്കിൾ. ഇത് സ്ക്വയർ ആയിരുന്നു. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വശം തുല്യമാണ്. ഇത് സ്ക്വയർ അല്ലാത്ത റെക്ടാങ്കിൾസ് പറഞ്ഞാൽ നീളവും വീതിയും വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെയുള്ള റെക്ടാങ്കിൾസ് ആണെങ്കിൽ ഇതേപോലെ 4 തന്നെയായിരിക്കുമോ കൂടുക, പെരിമീറ്റർ തമ്മിൽ 4 തന്നെയായിരിക്കും വ്യത്യാസം വരും. ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഒരു റെക്ടാങ്കിൾ അല്ലെ. അപ്പൊ നീളവും വീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാണ് റെക്ടാങ്കിൾ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു എക്സാമ്പിൾ ഇപ്പൊ നോക്കിയാൽ ഇത് ഒരു 10 സെന്റിമീറ്റർ ആണ്. ഞാൻ ഉദാഹരണം എഴുതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെ ഇട്ടിട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഒരു റെക്ടാങ്കിൾ ആണ് അല്ലേ. ഇനി ഇവിടെയും നമ്മൾ ഓരോ സെന്റിമീറ്റർ കൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്രയാവും, ഇതിന്റെ കൂടെ 1 കൂടും, ഇതിന്റെ കൂടെ 1 കൂടും, ഇവിടെയും 1 കൂടും, ഇവിടെയും 1 കൂടും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 1 1 1 1 മൊത്തം എത്ര കൂടി, 4 കൂടി അല്ലേ. അപ്പോൾ 4 സെന്റിമീറ്റർ കൂടി. ഇവിടെ എത്ര നീളമായാലും ഇവിടെ നമ്മൾ ഓരോ സെന്റിമീറ്റർ കൂടുമ്പോൾ ഇവിടെയും കൂടും, ഇവിടെയും കൂടും, ഇവിടെയും കൂടും, ഇവിടെയും കൂടും അല്ലേ. അതായത് ഇവിടെ 4 സൈഡ് ഉണ്ട്. അപ്പൊ 4 ഭാഗത്തും ഓരോ സെന്റിമീറ്റർ വെച്ച് കൂടും അല്ലേ. അപ്പൊ എത്ര കൂടും, 4 കൂടും. അപ്പൊ പെരിമീറ്റർ എത്ര വ്യത്യാസം വരും, 4 സെന്റിമീറ്റർ തന്നെ വ്യത്യാസം വരും അല്ലേ. അപ്പൊ സ്ക്വയർ ആയാലും റെക്ടാങ്കിൾ ആയാലും ഒക്കെ എന്ത് വരും, ഓരോ സെന്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും കൂടുക. എന്താണ് കാരണം, ഇതിന് 4 വശങ്ങളുണ്ട് അല്ലേ. 4 വശങ്ങളുണ്ട്. അപ്പൊ 4 ഭാഗത്തും ഓരോന്ന് കൂടും അല്ലെ, ഓരോ സെന്റിമീറ്റർ വെച്ച് കൂടും. അപ്പൊ എത്ര വരും, വ്യത്യാസം എത്ര വരും, 4 സെന്റിമീറ്റർ. പെരിമീറ്റർ 4 സെന്റിമീറ്റർ ആയിരിക്കും വ്യത്യാസം വരിക. അപ്പൊ നമ്മുടെ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്ക്വയർ അല്ലാത്ത റെക്ടാങ്കിൾസിനും ഇത് ശരിയാവുമെന്നുണ്ട് അല്ലെ. ശരിയാവൂലേ, ശരിയാകും. അപ്പൊ നമുക്ക് യെസ്, ശരിയാകും. എന്താണ് കാരണം, റെക്ടാങ്കിൾ ഓൾസോ ഹാസ് എത്ര സൈഡുകളുണ്ട്, 4 സൈഡുകൾ അല്ലേ, 4 സൈഡ്സ്. അപ്പൊ മലയാളി മീഡിയക്കാർ എങ്ങനെ എഴുതണം, ചതുരങ്ങൾക്കും 4 വശങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ 4 വശങ്ങളാണെങ്കിൽ നമ്മൾ ഓരോ സെന്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, 4 കൂടും അല്ലെ. സോ ഡിഫറൻസ് ഇൻ പെരിമീറ്റർ, ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഈസ് ഓൾവേസ് എത്രയായിരിക്കും, 4 അല്ലെ. സോ ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഈസ് ഓൾവേസ് 4. അതായത് ചുറ്റളവുകളിലുള്ള വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും, 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ സെന്റിമീറ്റർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ചുറ്റളവ് എത്ര സെന്റിമീറ്റർ വ്യത്യാസം വരും, 4 സെന്റിമീറ്റർ തന്നെയാണ് വ്യത്യാസം വരിക. മനസ്സിലായല്ലോ. ഇനി അതിൽ 5ാമത്തെ ചോദ്യം അല്ലെ, 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. If the perimeter of the larger rectangle is denoted by P and the perimeter of the original small rectangle is denoted by S, in what all ways can we write the relation between these two numbers? എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് 2 ചതുരങ്ങൾ. ഇപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ ചതുരം,
ഇനി എന്ത് ചെയ്തു, ഇതിന് നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ച് നീളം കൂട്ടി അല്ലേ. നീളം കൂട്ടിയപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ചതുരം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ നോക്കിയാൽ ഇതിന്റെ ഓരോ സെന്റിമീറ്റർ വെച്ച് ഇത് നീളവും വീതിയും ഒക്കെ ഞാൻ കൂട്ടി. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ ചതുരത്തിന്റെ പെരിമീറ്റർ എത്രയാണ്? എസ് ആണെന്ന് വിചാരിക്കുക. അതായത് നോക്കിയാൽ പെരിമീറ്റർ ഓഫ് ഒറിജിനൽ റെക്റ്റാങ്കിൾ അതായത് ആദ്യത്തെ ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് അല്ലെ. അപ്പൊ ആദ്യത്തെ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എസ് ആണ്. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എസ് ആണ്. ഇനി നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ പി ആണ്. അപ്പൊ നമുക്ക് അതുപോലെ എഴുതാം, പെരിമീറ്റർ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ അതായത് വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? പി ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ചുറ്റളവ് എസ്, ഇതിന്റെ ചുറ്റളവ് പി. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? നോക്കിയാൽ ഇതിന്റെ പെരിമീറ്റർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പെരിമീറ്ററിന്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ. അതായത് ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? പി അല്ലെ. അപ്പൊ പി കിട്ടാൻ, അതായത് ഇതിന്റെ പെരിമീറ്റർ കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇതിന്റെ പെരിമീറ്ററിന്റെ കൂടെ, അതായത് എസ് ആണ് പെരിമീറ്റർ അല്ലെ. അപ്പൊ എസിന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? പി എന്ന് പറഞ്ഞത് എസിന്റെ കൂടെ 4 കൂട്ടണം അല്ലെ. അപ്പൊ പി എസ് പ്ലസ് 4. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ചെറുതിന്റെ പെരിമീറ്റർ കിട്ടണം അല്ലെ. ചെറുതിന്റെ പെരിമീറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്റെ പെരിമീറ്ററിൽ നിന്ന് എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം അല്ലെ. അപ്പൊ ചെറുതിന്റെ കിട്ടണമെങ്കിൽ വലുതിന്റെ പെരിമീറ്ററിൽ നിന്ന് 4 കുറച്ചാൽ മതി. അപ്പൊ അങ്ങനെ എഴുതിക്കൂടെ നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ എസ് അല്ലെ, ചെറുതിന്റെ പെരിമീറ്റർ കിട്ടണമെങ്കിൽ വലുതിന്റെ പെരിമീറ്ററിൽ നിന്ന് പിയിൽ നിന്ന് എത്ര കുറയ്ക്കണം? നമ്മൾ 4 കുറയ്ക്കണം അല്ലെ. 4 കുറച്ചാൽ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കിട്ടും. ഇനി അതല്ലെങ്കിൽ വേറെ തരത്തിൽ എങ്ങനെ പറയാം? ഇവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലെ. അതായത് വലുതിന്റെ പെരിമീറ്ററിൽ നിന്ന് ചെറുതിന്റെ പെരിമീറ്റർ കുറച്ചാൽ എപ്പോഴും നമുക്ക് എത്ര കിട്ടുള്ളൂ? 4 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയും എഴുതിക്കൂടെ? അപ്പൊ വലുതിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? പി ആണ് അല്ലെ. അപ്പൊ പിയിൽ നിന്ന് എസ് കുറച്ചാൽ അല്ലെ. നോക്കിയേ, എസ് എന്ന് പറഞ്ഞാൽ ചെറുതിന്റെ പെരിമീറ്റർ. അപ്പൊ വലിയന്റെ പെരിമീറ്ററിൽ നിന്ന് ചെറുതിന്റെ പെരിമീറ്റർ കുറച്ചാൽ എപ്പോഴും നമുക്ക് എത്ര കിട്ടാൻ പാടുള്ളൂ? 4 ആയിരിക്കും എപ്പോഴും നമുക്ക് കിട്ടാം. ക്ലിയർ ആയല്ലോ. അപ്പൊ പെരിമീറ്റർ ഓഫ് ഒറിജിനൽ റെക്റ്റാങ്കിൾ, അതായത് ആദ്യത്തെ ചതുരത്തിന്റെ ചുറ്റളവ്, മലയാളം പഠിക്കാൻ അങ്ങനെ എഴുതാം, ആദ്യത്തെ ചതുരത്തിന്റെ ചുറ്റളവ് എസ്. പിന്നെയോ വലിയ ചതുരത്തിന്റെ ചുറ്റളവ്, വലിയ ചതുരത്തിന്റെ ചുറ്റളവ് പി. അങ്ങനെയാണെങ്കിൽ പി എസ് പ്ലസ് 4. എസ് എന്ന് പറഞ്ഞാൽ പി മൈനസ് 4. പിയിൽ നിന്ന് എസ് കുറച്ചാൽ നമുക്ക് 4 കിട്ടണം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.